ഹായ് കൂട്ടുകാരി, ഇതാ നമ്മൾ വന്ന ഷാപ്പാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഷാപ്പിൽ കയറണം. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഷാപ്പ് നോക്കിയിട്ട് നമ്മളിതാ വെണ്ടക്കാലായി ഷാപ്പിൽ കയറി. നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വണ്ടി ഇടാനും എല്ലാം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ അവർ എനിക്ക് കയറാൻ പറ്റുന്ന പോലെ സൗകര്യമൊക്കെ ശരിയാക്കി തന്നു. പിന്നെ മാനേജർ ചേച്ചി വന്ന് സംസാരിച്ചു. എന്നോട് നല്ല ഇതായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെന്നു, പക്ഷെ നല്ല സപ്പോർട്ട് കിട്ടി. ഒരുപാട് നന്ദി. അപ്പോൾ ഇതാണ്. അപ്പോൾ ആദ്യക്കൂട്ടൻ എടുത്തു വെച്ചതാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് അടിക്കാൻ വന്ന എല്ലാം പഴങ്ങളും ഒക്കെ പോയി കഴിഞ്ഞ ഞങ്ങളിതാ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കള്ള് ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ കള്ള് ഷാപ്പിൽ കയറിക്കുക, ഫാമിലി ആയിട്ട് കയറാമെന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ചിലവ് ചെയ്തില്ലെന്ന് വേണ്ടല്ലോ. അപ്പോൾ ആദ്യക്കുട്ടന് ചിലവ് ചെയ്തിട്ടുണ്ട്, ഇനിയും വേണ്ടരുതല്ലേ. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. എന്തൊക്കെയുണ്ട് നമുക്ക് സാധനം വരുമ്പം അറിയാം. ഓക്കേ, ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കപ്പ ഒരെണ്ണം, പിന്നെ ചോറ്, 3 പേർക്ക് ചോറ്. ആദ്യക്കുട്ടന് അപ്പം മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ ഊണായിട്ടോ, നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു, അവിയൽ, പയറ് മെഴുക്ക് വരട്ടി, മീൻകറി, പിന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റ്, ഞണ്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് ഇതെങ്ങനെയാണ് കഴിക്കുന്നത്? ഇതെങ്ങനെയാണോ കഴിക്കുന്നത്? കടിച്ച് പൊട്ടിക്കണോ? നമ്മള് ഷാപ്പിൽ കയറി കഴിക്കാൻ പോണ താറാവും മപ്പാസും, നല്ല തക്കാളി ഇട്ട താറാവ് മപ്പാസ്, നമ്മുടെ കള്ളപ്പം, നല്ല കള്ളപ്പം കഴിച്ചു നോക്കാം. കറി മുക്കി കഴിച്ചു. ഒരു തക്കാളി നല്ലതാണേ നല്ലതെന്ന് പറയണം. ഞാൻ ആദ്യമായിട്ട് ഷാപ്പിൽ കയറുന്ന ഞങ്ങളും അതെ. ശീലമാക്കണ്ട. സൂപ്പർ, അടിപൊളിയാണോ? അധികം കഴിക്കടാ. നമുക്ക് പിന്നെ അവൻ ചോറ് ഇട്ട് കിളിക്കേണ്ടിരിക്കുന്നേ ഉള്ളൂ. കറി വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ആദ്യക്കുട്ടന് ചോറ് വേണ്ട, അപ്പം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ നമ്മൾ വാങ്ങിയത് പൊള്ളിച്ച മീനാട്ടോ, കരിമീൻ. ഞങ്ങൾ കരിമീൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി പോക്കൊക്കെ കണക്കാം. അപ്പം അയ്യോ ഭയങ്കര ചൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പം പിന്നെ ഞാൻ സന്ദീപിനോട് പറഞ്ഞേടാ നീ എന്ന് ഇറക്കാൻ പറഞ്ഞു. അവനത് നോക്കിയിട്ട് പറയുവേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ പറ, കഴിച്ചിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. നീ കഴിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് കഴിക്കുന്നതാണോ? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ പൊന്നെ, വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സൗണ്ടും പോയി, എല്ലാം പോയി, വേദനയായി. അവിടെ വെച്ച് ഈ ചൂടൊക്കെ ആണെങ്കിൽ അത്രയും കുഴപ്പമില്ലായിരുന്നു. അപ്പം നോക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.